നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് സ്വാഗതം. ഭയത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായ ഭദ്രകാളി അമ്മ തൻ്റെ ഭക്തരെ എപ്പോഴും സംരക്ഷിക്കുന്ന ദേവിയാണ്. ദുഷ്ടശക്തികളെ ഇല്ലാതാക്കിയും ദോഷങ്ങളെ നീക്കിയും വിജയവും സമൃദ്ധിയും വരുത്തി തരുന്ന ശക്തിയാണ് അമ്മയുടെ അനുഗ്രഹം. ഇന്നത്തെ വീഡിയോയിൽ ഭദ്രകാളി അമ്മയുടെ കൃപ ഏറ്റവും അധികം ലഭിക്കുന്ന ഭാഗ്യശാലി നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ഭദ്രകാളി ദേവിയുടെ പ്രാധാന്യം അറിയാം. ഭദ്രകാളി ദേവി ശക്തി സ്വരൂപിയാണ്. ജീവിതത്തിലെ അനിഷ്ടങ്ങൾ, ശത്രുബാധ, മന്ത്രവാദം, കുടുംബത്തിലെ കലഹങ്ങൾ എന്നിവയെല്ലാം അമ്മയുടെ അനുഗ്രഹത്താൽ മാറിപ്പോകും എന്ന് വിശ്വാസമുണ്ട്. ചൊവ്വാഴ്ചകളിൽ, വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദീപം വെച്ചാൽ വലിയ ദോഷനിവാരണവും സമൃദ്ധിയും ലഭിക്കും. ഭക്തിയോടെ അമ്മയെ ആരാധിക്കുന്നവർക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസവും ധൈര്യവും കിട്ടും. ഇനി നമുക്ക് അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭദ്രകാളി ദേവിയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകും. ഇവർ ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. എന്നാൽ അമ്മയുടെ കൃപ കൊണ്ടാണ് അവർ വീണ്ടും ഉയർത്ത് എഴുന്നേൽക്കുന്നത്. സാമ്പത്തികമായും തൊഴിൽ മേഖലയിലും കുടുംബ ബന്ധങ്ങളിലും ഭദ്രകാളിയുടെ അനുഗ്രഹം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഭക്തിയോടെ അമ്മയെ ആരാധിച്ചാൽ രോഗബാധ കുറയും, ശത്രുക്കൾ അകന്നു പോകും, ജീവിതം സമൃദ്ധിയിലേക്ക് മാറും. അടുത്ത നക്ഷത്രം പൂരം. പൂരം നക്ഷത്രക്കാർക്ക് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം അതിവിശേഷമാണ്. കലാരംഗത്തോ രാഷ്ട്രീയത്തിലോ സാമൂഹിക രംഗങ്ങളിലോ മുന്നേറ്റം നേടാൻ ഇവർക്ക് കഴിയും. ഇവരുടെ മനസ്സ് പലപ്പോഴും ആശങ്കകളാൽ നിറഞ്ഞിരിക്കുമെങ്കിലും അമ്മയുടെ കൃപ കൊണ്ടാണ് അവർക്ക് ശാന്തിയും ആത്മവിശ്വാസവും ലഭിക്കുന്നത്. കുടുംബജീവിതത്തിൽ സ്ഥിരത വരുത്താനും സാമ്പത്തികമായി വളർച്ച നേടാനും അമ്മയുടെ അനുഗ്രഹം വളരെ സഹായിക്കും. പൂരം നക്ഷത്രക്കാർക്ക് ഭക്തിയോടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദീപം വയ്ക്കുമ്പോൾ വലിയ ഭാഗ്യസമൃദ്ധി അനുഭവിക്കും. 3. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദുഷ്ടശക്തികളുടെ ബാധ അധികമായി അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. പക്ഷേ ഭദ്രകാളി അമ്മയുടെ കൃപ ഇവരെ എല്ലാത്തര പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കും. അമ്മയുടെ ശക്തി ഇവർക്ക് ധൈര്യം, ആത്മവിശ്വാസം നൽകും. തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എല്ലാം അമ്മയുടെ അനുഗ്രഹത്തോടെ മെച്ചപ്പെടും. അനിഴം നക്ഷത്രക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ചയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നത് അത്യന്തം ഫലപ്രദം. 4. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഭദ്രകാളിയുടെ പ്രത്യേക കൃപയിൽ കഴിയുന്നവരാണ്. ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടാൻ ഇവർക്ക് അവസരം ലഭിക്കും. പലപ്പോഴും ഇവരുടെ മുന്നേറ്റം മറ്റുള്ളവരുടെ കണ്ണിൽ അസൂയക്ക് കാരണമാകും. പക്ഷേ അമ്മയുടെ അനുഗ്രഹം ഇവരെ ശത്രുബാധയിൽ നിന്ന് സംരക്ഷിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും തൊഴിൽ രംഗത്ത് ഉന്നതിയും ആത്മീയമായി വലിയ വളർച്ചയും ഉത്രം നക്ഷത്രക്കാർക്ക് ലഭിക്കും. 5. തിരുവാതിര നക്ഷത്രം. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം വളരെയധികം അനുഭവപ്പെടുന്ന ഒരു നക്ഷത്രമാണിത്. തിരുവാതിരയിൽ ജനിച്ചവർ ധൈര്യവും ആത്മവിശ്വാസവും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കുടുംബ ബന്ധത്തിൽ ശാന്തിയും
ഐക്യവും തൊഴിൽ മേഖലയിൽ വിജയവും. ആത്മീയമായി ഭക്തിയും ശക്തിയും ഇവർക്ക് കാളിയമ്മയുടെ അനുഗ്രഹത്താൽ ലഭിക്കും. അതിനാൽ തിരുവാതിരയെ ഭദ്രകാളിയുടെ അനുഗ്രഹം ലഭിക്കുന്ന പ്രധാന നക്ഷത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഞാൻ പറയുന്ന കുറച്ചു നക്ഷത്രക്കാർക്ക് കൂടി അമ്മയുടെ അനുഗ്രഹം ലഭിക്കും. 1 ഭരണി, 2 മകം, 3 ചിത്തിര. ഈ നക്ഷത്രക്കാർക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ലഭിക്കും. ഇനി ദേവിയുടെ അനുഗ്രഹം നേടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ: 1 ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദീപം വയ്ക്കുക. 2 കാളി മന്ത്രം ജപിക്കുക. 3 നെയ്വിളക്ക് തെളിയിക്കുക. 4 കുടുംബസമേതം ഭദ്രകാളി ക്ഷേത്രം സന്ദർശിക്കുക. ഈ ഭക്തി പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കും. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിയും പുതിയ പ്രതീക്ഷകളും സമൃദ്ധിയും നിറയും. നിങ്ങൾക്ക് അമ്മയുടെ കൃപ ലഭിക്കട്ടെ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അറിയാൻ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നന്ദി.